ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് എപ്രകാരം പ്രാപിക്കുവാൻ സാധിക്കും? ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. തിരുവചനം, ദൈവത്തിൻ്റെ വചനം ഈസ് എ ബുക്ക് ഓഫ് ദി പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തെ നാം എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം മനസ്സിലാക്കുന്നത്. തിരുവചനത്തെ നാം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായിത്തീരും. ഇന്ന് ദൈവം ചെയ്യുന്നത് തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒന്നും പുതുതായി ചെയ്യുകയല്ല, പിന്നെയോ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെ ഓരോന്നോരോന്നായി ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അല്ലെ ഓരോ സമൂഹങ്ങളിലും ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 23 അധ്യായം 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ, ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. അതായത് നിങ്ങളെക്കുറിച്ച് ദൈവം കൽപ്പിച്ച നല്ല വാർത്തകളിൽ, സകല നന്മകളിൽ, ദ ഗുഡ് പ്രോമിസസ് വിച്ച് ഗോഡ് ഹാസ് മെയ്ഡ് അബൌട്ട് യു, അതിലൊന്നിലും ദൈവം വീഴ്ച വരുത്തിയിട്ടില്ല. അത് എല്ലാം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവം ഇന്ന് ഈ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകണം. We should know the promises of God for us to inherit the promises of God. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം പ്രാപിക്കണം. We need to possess the promises of God. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നില്ല. പിന്നെയോ ആരാണോ ഈ വാഗ്ദത്തങ്ങളെ തിരിച്ചറിയുന്നത്, ആ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നത്, ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി ക്ഷമയോടുകൂടി പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നത്. പല മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമല്ല നടക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഗുഡ് പ്രോമിസസ് നടക്കാതെ പോകുന്നതിൻ്റെ കാരണം അവിശ്വാസത്താലും അനുസരണക്കേട് മൂലവുമാണ്. വിശ്വസിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്നില്ല. 2 പത്രോസ് 1 അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 3-4 വാക്യങ്ങളിൽ: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായതുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് എപ്രകാരമാണ് നമുക്ക് സാധ്യമായി തീരുന്നത്? ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത്? ഇവിടെ നാം വായിക്കുന്നത്, നമ്മെ വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദ നോളജ് ഓഫ് ഗോഡ് റിവീൽസ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് പ്രധാനമായും നമുക്ക് നൽകുന്നത്. ദൈവം തൻ്റെ വചനവും ദൈവവും ഒന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. കാണപ്പെടാത്ത ദൈവത്തെ നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കുന്നത് തൻ്റെ തിരുവചനത്തിൽ കൂടിയാണ്. സോ ഹൗ ടു നോ God? That is by knowing the word of God. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം മനസ്സിലാക്കും. ഈ ദൈവത്തിൻ്റെ വചനത്തെ നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു കാഷ്വലായിട്ട് ആ വചനത്തെ കൈകാര്യം ചെയ്താൽ സാധിക്കത്തില്ല. യോശുവയുടെ പുസ്തകം 1 അധ്യായം 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. വി നീഡ് ടു കീപ് ദ വോയിസ് ഓഫ് ഗോഡ്. ഈ വചനം നമ്മുടെ നാവിൽ, നമ്മുടെ വായിൽ നാം കൊണ്ട് നടക്കണം.
അത് നാം സംസാരിക്കണം, അത് നമ്മൾ പിറുപിറുക്കണം, അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവിലെയും വൈകുന്നേരവും എന്നല്ല, പിന്നെയോ രാവും പകലും. അതായത് ഇറ്റ് ഷുഡ് ബി ഇൻ്റർമിറ്റൻറ്റ്, കണ്ടിന്യൂസ്, വിത്തൗട്ട് സീസിങ്. നാം മടുത്തു പോകാതെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വചനത്തെ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ അതുമൂലം നമ്മുടെ പ്രവൃത്തി സാധിക്കും. ആൻഡ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. 2 പത്രോസ് 1:4 നാം ഇപ്രകാരം വായിച്ചുവല്ലോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കുന്നു. 2 കൊരിന്ത്യർ 7:1 നാം ഇപ്രകാരം വായിക്കുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രഷ്യസ് പ്രോമിസസ്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ അതിനുള്ള പ്രതികരണം എന്താണ്? നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും ഭാരവും പ്രയാസവും വിദ്വേഷവും കയ്പും അൺഫോർഗിവ്നെസ്സും എല്ലാം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. അപ്പോൾ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കും. ആർക്കു വേണ്ടിയാണ് ഈ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്? വാഗ്ദത്തങ്ങൾ സകല ജാതിക്കും വേണ്ടി, സകല ജനത്തിനും വേണ്ടിയല്ല, പിന്നെയോ ഇത് മക്കൾക്കുള്ളതാണ്. പിതാവിൻ്റെ വാഗ്ദത്തങ്ങൾ, പിതാവിൻ്റെ ഇൻഹെറിറ്റൻസ് പിതാവിൻ്റെ പുത്രന്മാർക്കുള്ളതാണ്. ഗലാത്യലേഖനം 3:29 ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. നിങ്ങൾ അവകാശികളാണ്. ആരാണ്? നിങ്ങൾ യേശു ക്രിസ്തുവിനുള്ളവരാണ് എങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ദൈവമാക്കി തീർത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അവകാശികളാണ്. റോമർക്കെഴുതിയ ലേഖനം 8:17 നാം ഇപ്രകാരം വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. സോ വി ബിക്കം ദി ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ അവകാശികളായി തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കൊള്ള ആ അവകാശിയായി തീരുവാനുള്ള താക്കോൽ എന്ന് പറയുന്നത് നാം രക്ഷയുടെ അനുഭവം, വീണ്ടും ജനനം, പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നാം യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി നാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ബിലോങ് ടു യു. 2 കൊരിന്ത്യർ 1:20 നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് ദ പ്രോമിസസ് ആർ യെസ്. അങ്ങനെയാണ് ഈ വാഗ്ദത്തങ്ങളുടെ അവകാശികളായി തീരുന്നത്. എന്നാൽ അത് നമ്മൾ എങ്ങനെയാണ് അത് പ്രാപിക്കുന്നത്? ഒന്ന്, വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാക്കണം. തിരുവചനം നാം വായിക്കുന്നത് ഈ വാഗ്ദത്തങ്ങളെ അറിയുവാനാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുവാനാണ്. വി സ്പെൻഡ് ടൈം വിത്ത് ഹിം ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ലൈഫിലുണ്ടാക്കും. എബ്രായ ലേഖനം 6:12 നാം ഇപ്രകാരം വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരും. ഇന്ന് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. വാഗ്ദത്തങ്ങൾ കർത്താവിൻ്റെ പുത്രന്മാർക്ക്, ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവിനെ സ്വീകരിച്ചവർക്കുള്ളതാണ്. അത് സാധ്യമായി തീരണമെങ്കിൽ ഒന്ന്, ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. 2, അത് നമ്മൾ വിശ്വസിക്കണം, വിശ്വാസത്താൽ. പിന്നെ ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ബൈ പേഷ്യൻസ്, ദീർഘക്ഷമയാലും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ച് നാം ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ദൈവം ഈ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും അത് പൂർത്തീകരിക്കും.